നമസ്കാരം. കാസർഗോഡ് പൈവളിക സ്വദേശികളായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയും അയൽവാസിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ കടുത്ത വിമർശനം ഉയർത്തി നാട്ടുകാർ. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതിനെതിരെയാണ് വ്യാപകമായ വിമർശനം. മൃതദേഹം കണ്ടെടുത്ത പ്രദേശത്ത് ഇരുവരുടെയും ടവർ ലൊക്കേഷൻ കാണിച്ചിരുന്നെങ്കിലും പോലീസ് അന്വേഷണത്തിൽ അലംഭാവം കാണിച്ചെന്നാണ് ആക്ഷേപം. പെൺകുട്ടിയെ കാണാതായി 26 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ വിമർശനം ഉന്നയിക്കുന്നത്. കുട്ടി അയൽവാസിയുമായി മുംബൈയിലേക്ക് ഒളിച്ചോടിയെന്നായിരുന്നു കഥകൾ പ്രചരിച്ചിരുന്നത്. കുടുംബവും ബന്ധുക്കളും പറഞ്ഞതനുസരിച്ച് ഇരുവരും മുംബൈയിലേക്ക് ഉൾപ്പെടെ പോയി എന്ന ചർച്ചകൾ പോലീസും വിശ്വസിക്കുകയായിരുന്നു. ഇവരുടെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും ഡ്രോൺ പരിശോധന നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും ഒരു തുമ്പും കണ്ടെത്താനായിരുന്നില്ല. പോക്സോ കേസായിട്ട് പോലും പോലീസ് വേണ്ട രീതിയിൽ എടുത്തില്ല. ടവർ ലൊക്കേഷൻ നിസാരവൽക്കരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. തുടർന്ന് ആഭ്യന്തര വകുപ്പ് ഇടപെട്ടതോടെയാണ് പോലീസ് ഊർജിതമായി വിഷയം അന്വേഷിക്കുന്നത്. ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടും പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കാതിരുന്നത് ഗുരുതര വീഴ്ചയാണ്. അവിടെ നിന്ന് മൃതദേഹമെങ്കിലും കണ്ടെത്താൻ പോലും കഴിയാതിരുന്നത് പോലീസിന് വീഴ്ച പറ്റിയതിന് തെളിവാണ്. രൂക്ഷമായ ഗന്ധമുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും പോലീസ് നായ്ക്കളെ പോലും ഉപയോഗിച്ച് ഒരു തുമ്പം കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചില്ല. വളരെ വൈകിയാണ് പരിശോധനയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ അന്വേഷണം ഊർജിതമായി നടത്തിയില്ല. ടവർ ലൊക്കേഷൻ വരെ കണ്ടെത്തിയിട്ടും തിരച്ചിൽ കാര്യക്ഷമമാക്കിയില്ല. പോലീസിന്റെ നിസ്സാരവൽക്കരണമാണ് ഇത്രയും വൈകിയത് എന്നിങ്ങനെയാണ് വിമർശനം ഉയരുന്നത്. പെൺകുട്ടിയുടെയും പ്രദീപിന്റെയും അവസാന മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ച പ്രദേശത്ത് നിന്ന് തന്നെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഫെബ്രുവരി 12 പുലർച്ചെ വീട്ടിൽ നിന്നും കാണാതായ 15-കാരിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ദിവസങ്ങളോളം ആ നാട് മുഴുവൻ. ഒടുവിൽ പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് 26 ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടിയെയും അയൽവാസി പ്രദീപിനെയും പെൺകുട്ടിയുടെ വീടിൽ നിന്നും 200 മീറ്റർ അകലെയുള്ള കാട്ടിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഫെബ്രുവരി 11 സഹോദരിക്കൊപ്പം ഉറങ്ങാൻ കിടന്ന പെൺകുട്ടിയെ കാണുന്നില്ലെന്ന വിവരം അനുജത്തിയാണ് മാതാപിതാക്കളെ അറിയിച്ചത്. വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്നാണ് മകൾ പുറത്തേക്ക് പോയതെന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലായി. പിന്നീട് തിരച്ചിലായിരുന്നു. പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫായി. കുമ്പള പോലീസ് സ്റ്റേഷനിലാണ് മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നത്. പോലീസിന്റെ സംശയം ഓട്ടോ ഡ്രൈവറായ പ്രദീപിലേക്ക് നീണ്ടു. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ വിശ്വസ്തനായിരുന്നു പ്രദീപ്. പെൺകുട്ടിയുടെ അച്ഛന്റെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നത് പ്രദീപായിരുന്നു. ഇയാൾ ആ വീട്ടിലേക്ക് സഹായങ്ങൾ ചെയ്തിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നു. കുട്ടിയെ കാണാനില്ലെന്ന വിവരമറിഞ്ഞപ്പോൾ പിതാവ് ആദ്യം ഫോൺ ചെയ്തത് പ്രദീപിനെ ആയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ദിവസമാണ് പ്രദീപിന്റെ ഫോണും ഓഫായത്. അന്വേഷണത്തിൽ ഇയാൾ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതാണെന്നാണ് പോലീസ് ആദ്യം സംശയിച്ചത്. ഇയാളുടെ ഫോണും 12-ാം തീയതി സ്വിച്ച് ഓഫായി. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ വീടിന്റെ സമീപത്തെ കാട്ടിൽ പ്രദേശവാസികളും പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു. പ്രദീപ് പോകാനിടയുള്ള കർണാടക മടിക്കേരിയിലെയും കൂർഗിലെയും ബന്ധുവീടുകളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ദിവസങ്ങളായി കുട്ടിയെ കണ്ടെത്താതിരുന്നതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വ്യാപകമായി പോലീസിനെതിരെ രംഗത്ത് വന്നിരുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ മാതാവ് മഞ്ചേശ്വരം MLA AK അഷ്റഫിന് വിവരമറിയിച്ചു. തുടർന്ന് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് SP-ക്കും അപേക്ഷ നൽകി. ഞായറാഴ്ച 7ഓളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് 90 ഏക്കർ വിസ്തൃതിയുള്ള കാട്ടിൽ വ്യാപക തെരച്ചിൽ നടത്തി. ഈ തെരച്ചിലിലാണ് ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രവും മൊബൈൽ ഫോണും വീടിനകത്ത് ഉപയോഗിച്ചിരുന്ന ചെരുപ്പുമല്ലാതെ മറ്റ് വസ്തുക്കളൊന്നും വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. 10ാം ക്ലാസ് മോഡൽ പരീക്ഷയും IT പ്രാക്ടിക്കൽ പരീക്ഷയും പെൺകുട്ടി എഴുതിയിരുന്നു. SSLC പരീക്ഷയ്ക്ക് എത്താതിരുന്ന പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് സ്കൂൾ അധികൃതർ പെൺകുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയത്.